ഇന്റലിജൻസ് നമ്മുടെ ചുരിദാറിന്റെ ഫസ്റ്റ് വൺ വരുന്നത് പ്യൂർ കോട്ടൺ കോട്ട ഫാബ്രിക് ആട്ടോ. കോട്ടൺ കോട്ട മാത്രം ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. കാരണം കോട്ടൺ പോലെ തന്നെ അത്രയും കംഫർട്ടബിൾ ആയിട്ട് ഫാബ്രിക്കാണ്. നല്ല മെറ്റീരിയൽ ആട്ടോ. അത് സ്റ്റാർച്ച് മുക്കി വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. നല്ല സുഖം, ഇതിടാൻ നല്ല സുഖമാണ്. ഇത് കോട്ടൺ എന്ന് പറഞ്ഞാൽ അറിയാം, കോട്ടൺ അല്ല കേട്ടോ, കോട്ടൺ കോട്ട ഫാബ്രിക്. ഇതുപോലെ ചെറിയ ചെക്ക് പോലത്തെ വരുന്നത് പ്യൂർ കോട്ടൺ പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട് പോർഷനിൽ പാനൽ പോലെ നമ്മൾ നോർമൽ കോട്ടൺ കോട്ടയിൽ വരാത്തൊരു പാറ്റേൺ ഫ്രണ്ട് പോർഷനിൽ കുറച്ച് ഗ്രാൻഡായിട്ട് ഒരു ചിക്കൻ വർക്ക് പാറ്റേണിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പാനൽ പോലെ സെൻറ്ററിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സൈഡിലോട്ടാണ് ഈ ഒരു പ്രിൻറ്റ് വരുന്നത്. നല്ല കളർ ചാർട്ടാട്ടോ, നല്ല ഭംഗിയുള്ളൂ. ലൈറ്റ് ഓറഞ്ച് കളറാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ദുപ്പട്ട ഷിഫോൺ മെറ്റീരിയൽ, അതിൻ്റെ അകത്ത് ബ്ലോക്ക് പ്രിൻ്റ് ഉണ്ട്. ഇതുപോലെ ക്രോഷ്യോ ലേസും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് ചെയ്തെടുത്തേക്കുന്ന ഐറ്റമാണ്. ബോട്ടം വരുന്നത് സാൻഡൂൺ ഫാബ്രിക്. അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, കോട്ട ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കാരണം വെറൈറ്റി ആയിട്ടുള്ളൊരു പാറ്റേൺ. പിന്നെ നമ്പർ AE390, റേറ്റ് 1960 1960. രണ്ടാമത്തെ ഷെയ്ഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡാട്ടോ. പിന്നെ യെല്ലോ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക ഇഷ്ടക്കൂടുതലാണ്. നല്ല രസമായിട്ട് ഈ യെല്ലോ കാണാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഫുൾ ബ്ലോക്ക് പ്രിൻറ്റും ഉണ്ട്. പിന്നെ ഒരു സെൻറ്ററിൽ ആ ഒരു ഡിസൈൻ, നല്ല ഹെവി ഡിസൈൻ തന്നെ ആട്ടോ സെൻറ്ററിൽ കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്രിൻറ്റ്, സൈഡിലുള്ള സെയിം പ്രിൻറ്റ് തന്നെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർച്ച് മുക്കി വേണ്ടവർക്ക് അങ്ങനെയൊക്കെ ഉപയോഗിക്കാനും നല്ല ഐറ്റം കേട്ടോ. ബോട്ടം സാൻഡൂൺ മെറ്റീരിയൽ, ദുപ്പട്ട ഷിഫോൺ, ബ്ലോക്ക് പ്രിൻ്റ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് ക്രോഷ്യോ ലേസും ഒക്കെ. പിന്നെ സാധാരണ ഈ ഒരു പ്യൂർ കോട്ടയൊക്കെ വരുന്ന എന്തായാലും 2000 എബോ റേഞ്ചിലാണ്. ഇത് ഭയങ്കര റീസണബിൾ പ്രൈസിലാട്ടോ കൊണ്ടുവന്നേക്കുന്നത്. നല്ല ലെങ്ത്തും ഉണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള മെറ്റീരിയലുമാണ്, നല്ല ലെങ്ത്തും കിട്ടും. നമ്പർ വരുന്നത് AE389, റേറ്റ് 1960. ഇത് ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ്. തീരെ ലൈറ്റ് അല്ല കേട്ടോ, നല്ല ലാവണ്ടർ ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ അതും സെയിം തന്നെ പ്രിൻ്റാണ് പോയേക്കുന്നത്. പ്രിൻറ്റും വർക്കും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടോ. ഈ ഒരു വർക്ക് നിങ്ങൾ നോക്കിയാൽ മതി, നല്ല റേറ്റ് വരും കേട്ടോ. ഇത്രയും പോർഷനേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ഈ മെറ്റീരിയൽ തന്നെ ഭയങ്കര റേറ്റാണ്. അത്രയും ആ ഒരു ഹെവി ഡിസൈനാണ്. സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ഭയങ്കര പ്രീമിയം ആയിട്ട് തോന്നിക്കുന്ന ഒരു ലുക്കാട്ടോ അതിന്. ഫുള്ളായിട്ട് തയ്ച്ച് വരുമ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ്. ഇതാണ് ബോട്ടം വരുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ കേട്ടോ. നമ്പർ AE391, റേറ്റ് 1960. ലാസ്റ്റ് കളർ ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ലോ, ഇതും അടിപൊളിയാണ്. ഒരു യെല്ലോ ടോൺ ഇവിടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര രസമാണ് കാണാൻ. ഗ്രീനാണ് ശരിക്കും, ഗ്രീനും കുറച്ച് യെല്ലോയുടെ കൂടെ മിക്സ്ഡ് ഒരു ഷെയ്ഡ്. അപ്പോൾ ഇതുപോലെ നല്ല രസമായിട്ടുള്ള കോട്ട നോക്കി നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എടുത്തു. അപ്പോൾ ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയൊക്കെയാണെങ്കിലും നല്ലതായിട്ട് ഒതുങ്ങി കിടക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണം ഇടാം കേട്ടോ. രണ്ട് സൈഡിലൊക്കെ ഇടുന്നവരാണേലും ഒറ്റ സൈഡിലോ എങ്ങനെ ഇട്ടാലും കാണാൻ നല്ലതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഡെയിലിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക്, കോട്ട തന്നെയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ്. ശരിക്കും അതിൻ്റെ പ്രിൻറ്റും അത് ട്രഡീഷണലായിട്ട് കോട്ട എപ്പോഴും വരുന്ന രീതിയിൽ തന്നെ എക്സ്ട്രാ കുറച്ചൊരു സെൻറ്ററിലൊക്കെ ആ ഒരു വർക്ക് കൊടുത്ത് കുറച്ചുകൂടെ എലഗൻ്റായിട്ട് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്കാണ്. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, എല്ലാ വീഡിയോസും ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം അത് എല്ലാ വീഡിയോസും ചെയ്യുന്നവരിൽ നിന്നാണ് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മറന്ന് ചെയ്താൽ പോരാ, എല്ലാ വീഡിയോയും ചെയ്യണേ. പിന്നെ നമ്പർ AE392, റേറ്റ് 1960.